കോട്ടക്കൽ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥി നേരിട്ടെത്തി വോട്ടർമാരെ കണ്ടുകഴിഞ്ഞുവെന്ന് UDF മണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി പറഞ്ഞു. പ്രമുഖ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ എന്നിവരെയെല്ലാം നേരിൽ കണ്ട് പിന്തുണ ഉറപ്പാക്കി. വ്യാഴാഴ്ച ഇരിമ്പിളിയം പഞ്ചായത്തിലെ പര്യടനം പൂർത്തിയായതോടെ സുപ്രധാന ഘട്ടത്തിനാണ് സമാപനമാകുന്നത്. വെള്ളിയാഴ്ച മുതൽ പൊന്മള പഞ്ചായത്തിൽ നിന്ന് പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കും. മണ്ഡലത്തിലെമ്പാടും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കഴിഞ്ഞ 10 വർഷക്കാലം ആബിദ് ഹുസൈൻ തങ്ങൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയതായും സലാം വളാഞ്ചേരി പറഞ്ഞു. പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിന്റെയും ഇപ്പോഴത്തെ കോട്ടക്കൽ മണ്ഡലത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഇക്കുറി ആബിദ് ഹുസൈൻ തങ്ങൾക്ക് ലഭിക്കുക എന്ന് സലാം വളാഞ്ചേരി വ്യക്തമാക്കി. ആബിദ് ഹുസൈൻ തങ്ങളുടെ പഞ്ചായത്തുകളിലൂടെയും മുനിസിപ്പാലിറ്റികളിലൂടെയുള്ള പര്യടനം ഇന്നത് പൂർത്തിയാവുകയാണ്. ഇരിമ്പിളിയം പഞ്ചായത്തിൽ കഴിഞ്ഞ 27-ാം തീയതി നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് ആ നിമിഷം മുതൽ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഈ മണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്, മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി നടത്തിയ പര്യടനം, അതിൻ്റെ ഒരു ഘട്ടം ഇന്നിവിടെ പൂർത്തിയാവുകയാണ് ഇരിമ്പിളിയം പഞ്ചായത്തിൽ. ഇനി നാളെ വീണ്ടും പൊന്മള പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ മറ്റൊരു ഘട്ടം ആരംഭിക്കും. ഇതിനിടയിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രമുഖ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, പ്രദേശത്തെ ജനങ്ങൾ എല്ലായിടത്തും പോയി ആളുകളെ കണ്ടു, ആളുകളോട് സമീപിച്ചു. വളരെ വർദ്ധിതമായ സ്വീകാര്യതയാണ്, ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും കോട്ടക്കൽ നിയോജക മണ്ഡലം, അതിനു മുമ്പുള്ള കുറ്റിപ്പുറം നിയോജക മണ്ഡലം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരിക്കും ഇത്തവണ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ഈ മണ്ഡലം ഏറ്റെടുക്കുക എന്നത് ഈ ജനങ്ങളുടെ അത്യുത്സാഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, മുതിർന്നവർ, കാരണവന്മാർ എല്ലാവരും വലിയ താല്പര്യത്തോടെ ആബിദ് ഹുസൈൻ തങ്ങളെ സ്വീകരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതിനൊരു കാരണമാണ്. അതോടൊപ്പം ജനങ്ങളൊന്നടങ്കം കേരളത്തിലൊരു സർക്കാർ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. ജനങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. സംസ്ഥാനത്ത് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന്റെ പ്രതിഫലനം കോട്ടക്കലിലും പ്രകടമാണെന്നും സലാം വളാഞ്ചേരി കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടെ പ്രചാരണം കൊഴുപ്പിക്കാനാണ് UDF തീരുമാനം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.